ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വീണ്ടും ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ഉത്തര കൊറിയ തങ്ങളുടെ സൈനികാഭ്യാസങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ്. മേഖലയിലെ സമാധാന അന്തരീക്ഷത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തുന്ന വിധത്തിൽ ക്ലസ്റ്റർ മ്യൂണീഷൻ യുദ്ധമുനകൾ ഘടിപ്പിച്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇത്തവണ പോങ്യാങ് പരീക്ഷിക്കുന്നത്. കേവലം മിസൈൽ പരീക്ഷണം എന്നതിലുപരി ആണവ പ്രഹരശേഷി വർദ്ധിപ്പിക്കാനുള്ള കിം ജോങ് ഉന്നിന്റെ വ്യക്തമായ നീക്കമായാണ് ആഗോള പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. ദക്ഷിണ കൊറിയയെയും അമേരിക്കയെയും ഒരേപോലെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ നീക്കം കൊറിയൻ ഉപദ്വീപിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. CNN പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്ന തരത്തിലാണ് ഉത്തര കൊറിയയുടെ പുതിയ പരീക്ഷണങ്ങൾ. തങ്ങളുടെ ആണവായുധ ശേഖരം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് അതിനൂതനമായ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഈ പരീക്ഷണങ്ങളെന്ന് ഉത്തര കൊറിയ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേവലം മിസൈലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക മാത്രമല്ല, മറിച്ച് അവയുടെ പ്രഹരശേഷിയും പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിക്കാനുള്ള കഴിവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഉത്തര കൊറിയയ്ക്ക് മുന്നിലുള്ളത്. ഉത്തര കൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി നൽകുന്ന വിവരങ്ങളനുസരിച്ച് ഹാങ്സോങ് 11 മിസൈലുകളാണ് ഈ പരീക്ഷണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവ സാധാരണ ബാലിസ്റ്റിക് മിസൈലുകളെ പോലെയല്ല പ്രവർത്തിക്കുന്നത്. ഇതാണ് ലോകരാജ്യങ്ങളെ കൂടുതൽ ജാഗരൂകരാക്കാൻ കാരണമാകുന്നത്. താഴ്ന്ന ഉയരത്തിലൂടെ പറക്കാനും ആകാശത്ത് വെച്ച് തന്നെ ദിശ മാറ്റാനും കഴിവുള്ളവയാണ് ഈ മിസൈലുകൾ. ശത്രു രാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇത്തരം സാങ്കേതിക വിദ്യകൾ ഇവയെ സഹായിക്കുന്നുണ്ട്. ഈ മിസൈലുകളുടെ ഏറ്റവും ഭയാനകമായ വശം അവയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്ലസ്റ്റർ യുദ്ധമുനകളാണ്. ഒരു പ്രധാന മിസൈൽ ലക്ഷ്യസ്ഥാനത്തിന് തൊട്ടുമുകളിൽ എത്തുമ്പോൾ അതിൽ നിന്ന് നിരവധി ചെറു കഷ്ണങ്ങൾ അഥവാ മുനകൾ ചിതറിത്തെറിക്കുന്ന സംവിധാനമാണിത്. ഒരൊറ്റ മിസൈൽ ഉപയോഗിച്ച് വിശാലമായ ഒരു പ്രദേശത്ത് ഒരേ സമയം വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇത് സൈന്യത്തെ പ്രാപ്തമാക്കുന്നു. സിവിലിയൻ കേന്ദ്രങ്ങളെയും സൈനിക വിന്യാസങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായ ദക്ഷിണ കൊറിയയുമായി കടുത്ത ശത്രുത നിലനിൽക്കുന്ന സമയത്താണ് ഈ പരീക്ഷണം നടന്നിരിക്കുന്നത് എന്നത് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ സൈനിക കരുത്ത് നിരന്തരം പ്രദർശിപ്പിക്കുന്നതിലൂടെ സഖ്യകക്ഷികൾക്ക് മേൽ മാനസികമായ മുൻതൂക്കം നേടാനാണ് ഉത്തര കൊറിയ ശ്രമിക്കുന്നത്. അമേരിക്കയുടെ സാന്നിധ്യം മേഖലയിൽ വർദ്ധിക്കുന്നതിലുള്ള തങ്ങളുടെ അതൃപ്തിയാണ് ഇത്തരം ആയുധ പരീക്ഷണങ്ങളിലൂടെ പുറത്തുവരുന്നത്. ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ഇറാന്റെ സ്വാധീനമുണ്ടോ എന്ന സംശയവും പ്രതിരോധ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. അടുത്തിടെ നടന്ന ചില സംഘർഷങ്ങളിൽ ഇറാൻ സമാനമായ രീതിയിലുള്ള യുദ്ധമുനകൾ ഉപയോഗിച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധതന്ത്രങ്ങൾ ഉത്തര കൊറിയ മാതൃകയാക്കുന്നുണ്ടോ എന്ന ഭയം ഇപ്പോൾ ശക്തമാണ്. ഇത്തരം യുദ്ധതന്ത്രങ്ങൾ ആഗോളതലത്തിൽ കൂടുതൽ രാജ്യങ്ങൾ സ്വീകരിക്കുന്നത് ഭാവിയിലെ യുദ്ധങ്ങളുടെ സ്വഭാവം തന്നെ മാറ്റിയേക്കാം. ഹാങ്സോങ് 11 മിസൈലുകളുടെ പരീക്ഷണം കേവലം ഒരു സാങ്കേതിക പരീക്ഷണമല്ല, മറിച്ച് ലോകത്തിനു മുന്നിലുള്ള ഒരു മുന്നറിയിപ്പാണ്. സമാധാന ചർച്ചകൾ എങ്ങും എത്താത്ത സാഹചര്യത്തിൽ കൂടുതൽ പ്രഹരശേഷിയുള്ള ആയുധങ്ങളുമായി മുന്നോട്ട് പോകാനാണ് കിം ജോങ് ഉന്നിന്റെ തീരുമാനം. ഇത് ദക്ഷിണ കൊറിയയുടെയും ജപ്പാന്റെയും സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നതോടൊപ്പം പസഫിക് മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനത്തിന് വലിയ വെല്ലുവിളിയാവുകയും ചെയ്യും. അന്താരാഷ്ട്ര സമൂഹം ഒത്തൊരുമിച്ച് ഇടപെട്ടില്ലെങ്കിൽ ഈ ആയുധ മത്സരം ഒരു വൻ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന മുന്നറിയിപ്പാണ് CNN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകുന്നത്.